മൂന്നാർ മേഖലയിലെ ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തണൽ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ദേവികുളം MLA A. രാജ നിർവഹിച്ചു. നിർമ്മാണം ആരംഭിച്ച് 10 വർഷം പൂർത്തിയായ ശേഷമാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. NOC ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ മൂലവും വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്നതിനാലുമാണ് കാലതാമസമുണ്ടായത്. 32 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. തണൽ എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 12 പേർക്ക് ഡയാലിസിസ് നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 32 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിട്ടുകൊടുത്ത കെട്ടിടത്തിൽ ഇടയ്ക്ക് തണലിനുடைய ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇടയ്ക്ക് ആരംഭിക്കണം. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് അടിമാലി എത്തിയാണ് ഡയാലിസിസ് നടത്തിയിരുന്നത്. ദേവികുളത്ത് ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചതോടെ രോഗികൾക്ക് ദീർഘദൂര യാത്ര ഒഴിവാക്കാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടിമാലി ഇഖ്ര മെഡിക്കൽ സെന്ററിന്റെയും ദേവികുളം ശ്രീമൂലം ക്ലബിന്റെയും സഹകരണത്തോടെ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടന്നു. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയലക്ഷ്മി, തണൽ ജനറൽ സെക്രട്ടറി ജോബി ജോൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.